तुझे ढूंढ ढूंढ के रोया था मैं, तू ना मिला थे कभी बाहों में, अब मेरी दुआओं में किस बात की है ये सजा. എന്തോന്ന് ഐ ലവ് യു എന്നോ? സ്വന്തം ഭർത്താവിനോട് പോലും അവളെ ഐ ലവ് യു എന്ന് പറയാൻ വെച്ച. എന്നിട്ട് ഷോ എനിക്ക് വയ്യ. എനിക്ക് ഇനി അങ്ങ് ഒന്നും എൻ്റെ അമ്മോ, എനിക്കിനി ഒന്നും നേടാല്ല. എന്റെ തേക്കൊച്ചി എന്റെ ഫാനോ. ഷോ യോങ്കിച്ച നിങ്ങളെ കൊലച്ചിരി. എന്റെ യോങ്കിച്ച, എനിക്ക് അറിഞ്ഞൂടാ എന്താ എനിക്ക് നിങ്ങളെ ഇത്ര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആഹാ, അത്രക്ക് ഇഷ്ടാണോ? എന്താ അതിന്റെ കാരണം? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാ, ഒത്തിരി ഇഷ്ടമാ. എന്റെ ചിന്നിച്ച, ഞാനിപ്പോ എന്താ പറയാ? ആഹാ, കേട്ടിട്ട് എല്ലാവർക്കും നല്ല നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ തോന്നുന്നേ. ആ ജോണിച്ചായോ, എന്റെ മനസ്സിന് എല്ലാവർക്കും ഒത്തിരി സ്ഥാനങ്ങളുണ്ട്. ഒരു വിധം പറഞ്ഞ ഞാൻ പറയണോ? ഓ, ഒരു ചിന്നിച്ചാനും യോഗിച്ചാനും ബീച്ചാനും അവക്ക് എല്ലാരും ബീച്ചാന്ന് വിളിക്കാം. എന്നെ മാത്രം അവൾക്ക് ഇച്ചാന്ന് വിളിക്കാൻ പറ്റില്ല. സ്വന്തം ഹസ്ബൻഡാണ് ഒരു ഹസ്ബൻഡ്. ആ, ഞങ്ങളെ പെങ്ങളുട്ടി പറ, ഞങ്ങളും കൂടെ കേക്കട്ടെ ഞങ്ങളുടെ സ്ഥാനം എന്തൊക്കെയാണെന്ന്. അത് ഞാൻ പിന്നെ പറയാം, ഇപ്പൊ പറയുന്നില്ല. ഓ ആയിക്കോട്ടെ, നീ എപ്പോഴാണെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ സ്ഥാനം എന്താണെന്ന് ഒന്ന് പറഞ്ഞതാ പ്ലീസ്. ഐ മീൻ യുവർ ക്രഷ്. ഐ മീൻ എന്റെ പൊന്നു മുച്ചി മോനെ, നിനക്ക് ഞാൻ പറഞ്ഞു തന്നാ മതിയോ അവളുടെ ക്രഷ് ആരാണെന്ന്? ഹോബി അത് ഞാൻ ഞാൻ അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? എങ്ങനെയല്ലെന്ന്? ഓ എന്റെ പൊന്നു ഹോബിച്ച, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്റെ അവിടെ ക്രഷ് എന്നല്ലേ പറഞ്ഞുള്ളൂ. അവൾ എന്റെ പെങ്ങളല്ലേ, ഞാൻ അവളെ കെട്ടാനൊന്നും പോകുന്നില്ല. ഓ ഇങ്ങേര് എന്തപ്പ ഞാനിവിടെ കാണുന്നേ? ജീഹോപ്പാണോ? അല്ല, യൂമിനല്ലേ? ആ, അത് വെറും ഷിപ്പിംഗ് അല്ലേ, ഇത് ഒറിജിനലാ. എന്താണ് ഒറിജിനലോ? ആ ഇച്ചായമാരെ, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന ഉറപ്പാ ഇവള് ബോധം കെടും. ഞാൻ ഇവളെ കൊണ്ട് മെല്ലെ അങ്ങ് ഇറങ്ങട്ടെ. നീ ഒറ്റക്ക് പോകണ്ടെന്നേ, നീ യോങ്കിച്ചനാക്കി തരും നിന്നെ. ഇവനിത് എന്തോന്ന് പണിയാ ചെയ്തേ? ഞാൻ ഇവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കുന്തം പോലെ നിന്നിട്ട് അവൻ യോങ്കിച്ചനാണോ കണ്ടേ? അത് ശരിയാ, നിനക്കിഷ്ടമല്ലേ, നീ ഒന്ന് കറങ്ങിക്കോ. അതും അവന്റെ കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. അത് ശരിയാ, ഒരു സെക്കൻഡ് ചാൻസിനൊക്കെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. എടാ തേങ്ങേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ കണ്ണിൽ തന്നെ നിനക്ക് പാത്തിയിടണം അല്ലേ? വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് വരുന്നുണ്ട് നിനക്കുള്ള പണി കേട്ടോ. എന്റെ തേക്കൊച്ചേ, നിന്നോടൊരു കാര്യം ഞാൻ വിരോധനായി പറഞ്ഞോട്ടെ. ഈ ചെക്കൻ നിന്നെ കെട്ടിയില്ലെങ്കിൽ ഉറപ്പാ ഞാൻ നിന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച് കെട്ടിയേനെ. ഷോ എനിക്ക് വയ്യ. ഇവന്മാരാണെങ്കിൽ ആദ്യം പറഞ്ഞു മൂപ്പിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ, വീട് ഇങ്ങനെ ആയിപ്പോയല്ലേ. ഇനി അഥവാ ഒരു സെക്കൻഡ് ചാൻസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പരിഗണിക്കാട്ടോ. ഇപ്പൊ എന്തായാലും യുങ്കിച്ച് വേണ്ട, യുങ്കിച്ചോടെ റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ പോയിട്ട് ചുറ്റി കറങ്ങിട്ട് വരാം. ആ എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. ശ്രദ്ധിച്ചു പോണേ, ഞങ്ങളെ കാർ എടുത്തു കേട്ടോ. ഓക്കെ, പക്ഷെ കാർ എടുക്കുന്നില്ല കേട്ടോ. വെറുതെ കാർ എടുത്ത് എന്തിനാ നിങ്ങൾക്ക് വെറുതെ റൂമേഴ്സ് ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. എടാ പന്നെ, നീ എന്തുവാടാ ചെയ്തത്? എന്തുവാടാ പറഞ്ഞേ? നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ മറ്റൊരാൾക്ക് സെറ്റാക്കി കൊടുക്കണം അല്ലേ? അതും എന്റെ ഭാര്യ ആണെന്ന് കണ്ടിട്ടു ഇടി പന നിന ഞാൻ. അല്ല, അതിന് നീ എന്തിനാടാ ഇങ്ങനെ ചാടുന്നേ? നിനക്കതിന് അവളെ ഇഷ്ടമല്ലല്ലോ. അത് ഞാനെപ്പോഴും നിന്നോട് പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമല്ലാന്ന്? ഞാനെപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ ചെക്കനപ്പ ജലസൊരിച്ചതാ. കുറച്ച് കൂട്ടി കൊടുത്തേക്കാം. അഥവാ ഇഷ്ടം പുറത്ത് വന്നാലും കൊടുത്തേക്കാം. എടാ നീയല്ലേടാ പറഞ്ഞേ നിനക്ക് ഫോഴ്സ്ഡ് മാരേജ് ആണ്, നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ. അപ്പോ കൊച്ചിന് ആർക്കും ഇഷ്ടമില്ലാത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പോരാതെ യോഗിച്ചിന് ഒത്തിരി ഇഷ്ടമായി. അപ്പോ നിനക്ക് തോന്നുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്നും വേണ്ടേ ആ പാവത്തിന് ജീവിതം നൽകാന്? അല്ല യോഗിച്ച
അച്ചോടാ, മറ്റുള്ളവർക്ക് ജീവിതം കൊടുക്കാൻ നിൽക്കുന്ന ഒരാള്. നീ അത്ര അങ്ങ് നന്നായിട്ട് എന്റെ പെണ്ണിന് ജീവൻ കൊടുക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? എന്റെ പൊന്ന് ചെങ്കുക്കെ, അവളെ നീ ഇഷ്ടമെന്ന് പറയാനാണോ നീ കളിക്കുന്ന കളിയൊക്കെ? അത് പിന്നെ എനിക്ക് ഇഷ്ടം. എന്തേ, അപ്പൊ നിനക്ക് അവളെ ഇഷ്ടമല്ലേ? എന്നാ പിന്നെ പാവത്തിന് വിട്ടേക്കടാ, പാവല്ലേ അത്. കണ്ടോ ദേ, പിന്നെ പറഞ്ഞ് ഫുള്ളാകണ എന്തിനാണ് ഈ തോക്കിൽ കയറി വെടിവെക്കുന്നേ? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. ആഹാ, അന്തസ്. അവസാനം അത് പുറത്തു വന്നു. എന്നാ മോനെ, പാക്ക് ചെയ്തോ, വീട്ടിലേക്ക് കിടന്നോ. വേഗം പോയിട്ട് അവളെ ഇഷ്ടം പറയാൻ നോക്ക്. വെറുതെ എന്തിനാണ് വെറുതെ ലാസ്റ്റ് കിട്ടാത്ത ഒന്നിന് പൊളിക്കുന്നു പറഞ്ഞിട കരയേണ്ടി വരും കിടന്നാണ്ട്. ആദ്യമേ പറഞ്ഞുതരാം. കർത്താവ്, എന്റെ പെണ്ണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതായാലും അവൾ 2 ദിവസം അവിടെ നിൽക്കട്ടെ, എന്നിട്ട് പോയാ മതി. അത് ശരിയാ. ഷീ സോ ക്യൂട്ട്. അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയ അത്രയും നല്ലത്. ആളാ ചിന്നെ, നീ പറഞ്ഞ ശരിയാ. ഹീ സോ ലക്കി. അവള് ഷീ സോ പ്രീഷ്യസ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും അവളുടെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താന്ന് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. മോനെ കൊച്ചു ചെറുക്ക, ഒന്ന് എന്റെ കൂടെ ഇങ്ങ് വന്നേ. നമുക്ക് കുറച്ച് സ്ഥാനമാനങ്ങൾ തിരിച്ചറിയാനുണ്ട്. വാ, നമുക്കൊന്ന് പഠിക്കാതെ പോയിട്ട് നേരെ. എന്ത് സ്ഥാനമാനോ? പാപത്തെ നടക്കാൻ പറ്റുമോ എന്തോ. നാളേക്ക് എന്തായാലും ചെക്കനെ നോക്കണ്ട, ആളെ കിട്ടൂല ഉറപ്പാ. എന്തുവാടാ കാര്യമായിട്ട് ചിന്തിക്കുന്നേ? പെണ്ണ് എവിടേക്കാ പോയതെന്നാണോ? ചുമ്മാതാ. നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ വേഗം പോയിട്ട് കൺഫ്യൂസ് ചെയ്യാൻ നോക്ക്. അതായിരിക്കും മോനെ നല്ലത്. നാളെ അല്ല, മറ്റന്നാൾ അവള് നാട്ടിലേക്ക് തിരിക്കും. അപ്പോ നീയും പോയിക്കോ. നീയും പോയിക്കോ. ആടാ, ഞാനും അത് തന്നെ തീരുമാനിച്ചേ. പോട്ടെ, വീട്ടിലെത്തിട്ട് പറയാം. അതെ, എന്താന്നറിയില്ല, കണ്ണിനെന്തോ താഴ്ച പോലെ. കുഞ്ഞാലങ്ങട്ടൊന്ന്. ആയിക്കോട്ടെ, മോൻ പോയിട്ട് പോയിട്ട് കട്ടിലൊക്കെ കിടന്നിട്ട് കണ്ണ് അങ്ങ് താങ്ങിച്ചോ. അപ്പൊ ആള് താനെ അങ്ങ് തൂങ്ങിക്കോളും. പക്ഷെ ഒന്ന് പോന്നേ, കണ്ടുപിടിച്ച കൊച്ചുക്കള്ളെ. അങ്ങനെ അന്നത്തെ ദിവസം അവര് അടിച്ചു പിടിച്ചു. പിന്നെ പുറത്തു പോയ സമയത്ത് അവരുടെ കാര്യം മൊത്തം നമ്മുടെ ചിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് അവളുടെ ജഗത്തിലൂടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാത്രി. നീ ബിസിയാണോടാ? നിനക്കെന്താ പണി? എനിക്കൊരു കുഴപ്പമില്ല. എന്താ കാര്യം പറ, എന്താ പറ്റിയ? അങ്ങനെയാണ്, നീ പുറത്തേക്ക് പോ. ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വിളിക്കുക. നീ വേഗം വാ. ഇതെല്ലാവരും ഉണ്ടല്ലോ. എന്റെ കൊച്ചാരെ നോക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ പേടിക്കണ്ട, ആളിവിടെ ഇല്ല. ആള് റൂമിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് നിർത്തിയേ. ഞാൻ നിന്നെ ഇവിടെ വിളിച്ചപ്പോ ഒരു കാര്യം ചോദിക്കാനാ. പിന്നെ നീ നാളെ പോവല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞെത്താം. എന്റെ മനസ്സിലെ എന്റെ സ്ഥാനം. സത്യം പറഞ്ഞ എന്താന്നറിയില്ല, എന്തോ ഒരു ക്യൂരിയോസിറ്റി. എന്താണ് അതറിയാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി. അതുകൊണ്ടാണ്. മോനെ ചിമ്മിക്കുട്ട, എന്റെ പൊന്ന് സോൾമേറ്റ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ കയ്യിലിരിപ്പ്. മനസ്സിലായല്ലേ? എനിക്കറിയാമല്ലേലും അത് നിനക്ക് മനസ്സിലാകുമെന്ന്. നീ ഒരാവശ്യമില്ലാതെ അതിന്മേ വന്ന് ചുറ്റി കറങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒന്നുണ്ടെന്ന്. ആലോചിച്ചപ്പോഴാ ഇപ്പോഴാ കാര്യം പിടുത്തം കിട്ടി. കാര്യം എന്താണെന്ന് ഇടത്തെ എനിക്കിതറിയാടാ. നമ്മുടെയൊക്കെ സ്ഥാനമല്ല, മെയിനായിട്ട് നമ്മുടെ കുക്കിയുടെ സ്ഥാനം. അവരുടെ മനസ്സിൽ അവനെന്താ സ്ഥാനം എന്ന് അറിഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. നീ അതിനു വേണ്ടി തന്നെയാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ വല്ലാണ്ട് അതിമേല് കയറാത്തെ. അത് എനിക്ക് അറിയണമെന്നുണ്ടടാ. അതുകൊണ്ട് തന്നെ ഈ ചിമ്മിക്ക് എന്തിന്റെ കേടാന്നാവോ? ഇത് ഇതുവരെ അതിമൊന്നും വിട്ടില്ലടാ. അതിനെന്താടാ, അവള് പറയട്ടെ, എനിക്കുള്ളത് കേൾക്കാനുള്ള ആഗ്രഹം. അത് പറയാം. അല്ല, ജെനി ഇവിടെ പോയി? അവളെ കണ്ടില്ലല്ലോ. നല്ല ക്ഷീണമെന്നും പറഞ്ഞ് ഫുഡ് കഴിച്ച് വേഗം കിടന്ന ആള്. ഇനിയിപ്പോ രാവിലെ നോക്കിയാ മതി, ഇപ്പൊ ഒന്നും ആള് വരില്ല. ഞാൻ പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല പറയുന്നതിന്.
എന്നാ ഞങ്ങളെ പൊന്നാര പെങ്ങൾ പറ, ഞങ്ങൾ കേക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ കുറച്ച് അറിഞ്ഞിട്ട് വരണമെന്നായിട്ടില്ല. കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ. പക്ഷെ അതിനോടകം തന്നെ ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. ചില്ലറ കേട്ടോ,